ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് ഹാപ്പി വിഷു എന്ന പോസ്റ്റർ എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ വെച്ചുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതിനായി പ്ലേ സ്റ്റോറിൽ ഈസി ആയിക്കൊണ്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. നമുക്കങ്ങനെ ഡിസൈൻ ചെയ്തൊരു ഹാപ്പി വിഷു നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെയുള്ളത് ഉണ്ടാക്കാമെന്നാണ്. എല്ലാവർക്കും ഈസി ആയിക്കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. പിക്സൽ ലാബ് എന്നാണ് അതിൻ്റെ പേര്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം പിക്സൽ ലാബ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്ന പിക്സൽ ലാബ് എന്ന് അടിച്ചാൽ പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഇതുപോലെ വരുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഫസ്റ്റ് ക്യാൻസൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ന്യൂ ടെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം മുകളിലായിട്ട് ഒരു ഡിലീറ്റ് ഐക്കൺ കാണാൻ സാധിക്കും. ആ ഡിലീറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയുള്ള ടെക്സ്റ്റ് ഡിലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം അടിയിലായിട്ട് ഇവിടെ ഒരു വട്ട ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സോറി, അതിലല്ല, അതിൻ്റെ ഇപ്പറായിട്ടൊരു കള്ളി ഐക്കൺ ഇല്ല, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ രണ്ടാമതായിട്ട് ട്രാൻസ്പെറൻ്റ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ലാത്ത ഒരു ഇമേജാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനിയാണ് നമ്മുടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗാലറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ കൂടി എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുക. അതിനുശേഷം അടിയിലായിട്ട് ശരിയാക്കാൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോ എന്ത് ചെയ്യും, കള്ളിയിലായിട്ട് വലുതാക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റ് വലുതാക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ റെഡിക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വേറെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലും കൂടി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഞാൻ കമൻറ്റ് ബോക്സിൽ വേറെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ലിങ്കാണ് കൊടുത്തത്. ആ ലിങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഫോട്ടോയിൽ എന്ത് ചെയ്യുന്നു, അമർത്തി പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ വരുന്നതാണ്. അതിനുശേഷം ഡൗൺലോഡ് ഇമേജ് എന്ന് കാണാൻ സാധിക്കും നാലാമതായിട്ട്. ആ ഡൗൺലോഡ് ഇമേജ് എന്നത് ക്ലിക്ക് ചെയ്താൽ ഈ ഫോട്ടോ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾ നമ്മുടെ നേരത്തെ ആപ്ലിക്കേഷൻ തന്നെ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഈ വർക്കൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതും ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഈസി ആയിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഞാൻ കമൻറ്റ് ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോ കൂടി എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ ചെയ്യുക. ഫോട്ടോ ഇതുപോലെ ലേലാക്കി വെച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, മുകളിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗാലറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ ഇതിൽ എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ശരിയായിക്കാണ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, വലുതാക്കി ഇതിൻ്റെ ലെവലായി സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ടവരും കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഇതുപോലെ വെച്ച് നിങ്ങൾക്ക് വിഷു ആശംസകൾ നിർമ്മിക്കാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി ലുക്കിലാണ് ലാസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലായി ഇത് സേവ് ചെയ്യണമല്ലോ. അതിനുശേഷം മുകളിലായിട്ട് ഇതുപോലെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ഇമേജ് എന്ന് കാണാൻ സാധിക്കും രണ്ടാമതായി. അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.
നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം മുസമ്മിൽ MX എന്നാണ്. അത് നമ്മുടെ ചാനലിലൊക്കെ ഉള്ളതാണ്. പിന്നെ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.